ഹലോ ഗൈസ്, ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? 1 ബുക്ക് എവ്രി മന്ത്. ഞാനൊരു പെർഫെക്റ്റ് റീഡർ ഒന്നുമല്ല, ബട്ട് ഐ വാണ്ട് ടു ഗ്രോ ആൻഡ് ഐ വാണ്ട് ടു ലേൺ ന്യൂ തിങ്സ്. സോ ഈ മാസം ഐ എം ചൂസിങ് ദിസ് ബുക്ക്. ദിസ് ഈസ് സ്റ്റോപ്പ് ലെറ്റിംഗ് എവറിത്തിങ് എഫക്റ്റ് യു. ഹൗ ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഓവർ തിങ്കിങ്, ഇമോഷണൽ കയോസ് ആൻഡ് സെൽഫ് സാബിറ്റാച്ച്. ഞാൻ സിറ്റുവേഷൻസ് പറഞ്ഞുതരാം. നമ്മളെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണ്, എസ്പെഷ്യലി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ എന്തെങ്കിലും പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാഡായിട്ട് സംഭവിക്കുകയാണ്, ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആവും, അല്ലേ? അപ്പം അത് ഇറ്റ്സ് ലെറ്റ് മീ ടെൽ യു, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ മനുഷ്യരാണ്, വി ആർ മെയ്ഡ് ഇൻ എ സർട്ടൺ വേ. സോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ബട്ട് നമുക്കത് കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ബുക്ക്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വൈ യുവർ ഇമോഷൻസ് ക്യാൻ ഫീൽ സ്ട്രോങ് ദാറ്റ് ദേ കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ, ലീവിങ് യു എക്സോസ്റ്റഡ്, ഓവർ തിങ്കിങ് ആൻഡ് ഓവർവെൽംഡ്. If so, you're not alone. Some people are just wired to feel things more deeply. It's not a weakness. It's not a weakness. And it's not something that makes you too sensitive. It's simply the way you experience the world. But when emotions feels like they have too much control over you, life control over your life, it can start to feel like a curse. Correct അല്ലേ? സോ ഈ ബുക്ക് നമുക്ക് വായിച്ചു നോക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് വിൻ, അല്ലേ? സോ ലെറ്റ് സ്റ്റാർട്ട് 1 ബുക്ക് എവ്രി മന്ത് ചാലഞ്ച്. നിങ്ങളും പറയും നിങ്ങൾ ഏത് ബുക്കാണ് വായിച്ചതെന്ന്.